ഹലോ. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിക്കാനാണ്. ഒരുപക്ഷെ അതിൻ്റെ വലിയ കാര്യങ്ങൾ ഇത്ര പെർസെൻറ്റേജ് ഇങ്ങനെ ഇത്ര വരുമാനം ഇൻകം ഇത്ര ഇത്ര പെർസെൻറ്റേജ് ചിലവ് വരവ് അങ്ങനെയുള്ള പെർസെൻറ്റേജ് കണക്കൊന്നുമല്ല. അതൊരു പക്ഷെ നമുക്ക് വേറെ വീഡിയോയിലായിട്ട് ചെയ്യാം. അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു സാധാരണക്കാരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ നമുക്ക് ചിലവാക്കണം, ഇത്ര രൂപ നിങ്ങൾ മിച്ചം വെക്കണം എന്നൊന്നും ഒരു സാധാരണ ഫാമിലി പെട്ടിട്ടുള്ള ഒരാളോട് ഈ പേഴ്സൻറ്റേജിൻ്റെ കണക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത് സാധ്യമാവുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഫിയ ഷഫീഖ്. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യത്തെക്കുറിച്ചുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരത്തിനനുസരിച്ച് പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, അയൽക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരാൾ പറയുന്നതിനനുസരിച്ച് നമ്മളുടെ ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു അച്ചടക്കം പാലിക്കാൻ നമുക്ക് പറ്റില്ല. ഓരോ വീട്ടിലും ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ളതായിരിക്കാം. നമ്മളിപ്പോൾ പറയുന്നത് നമുക്കൊരു 25,000 രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ 2,50,000 രൂപ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂ എന്ന് വേറൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ വീട്ടിലെ ചിലവ് മാറ്റാൻ പറ്റുമോ? അതായത് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം വേറെ ആയിരിക്കാം, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആഘോഷങ്ങൾ വേറെ ആയിരിക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതികൾ വേറെ ആയിരിക്കാം, ഹോസ്പിറ്റലിൽ ചിലവ് വേറെ ആയിരിക്കാം. അപ്പം നമുക്ക് ഒരാൾ പറയുന്നതിനനുസരിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്നൊരു രീതിയല്ല നമ്മളുടെ സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് കുട്ടി അറിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന നോളേജും കൂടിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വക വീഡിയോ കേൾക്കുന്നത് കൊണ്ടൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി, അല്ലെങ്കിൽ ഒരു വ്യത്യാസം ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സാമ്പത്തികമുള്ളവർ ഒരിക്കലും ഇതെങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ചോദിക്കില്ല. കാരണം അവർക്കറിയാം എത്ര അവർക്കിങ്ങനെ അത്യാവശ്യം കഴിഞ്ഞ അത്രയും സാമ്പത്തികം വരുന്നത് തന്നെ അവരായ ഒരു അച്ചടക്കത്തോടെ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് അത്യാവശ്യം സാമ്പത്തികം വരുന്നത്. ഈ സാമ്പത്തികമായി ഇത്തിരി ഞെരുങ്ങുന്ന ആളുകളാണ് ഈ മാനേജ്മെൻറ്റിനെ കുറിച്ചൊന്ന് തിരക്കുന്നതും പറയുന്നതും. സത്യത്തിൽ അവർക്ക് ഉള്ള സാമ്പത്തികം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് കിട്ടുന്ന വരുമാനം തികയാത്തത് കൊണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതായത് ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് നമ്മളുടെ ഓരോ സംഭവങ്ങളുടെയും വില വർദ്ധിക്കുകയാണ് അല്ലേ? അതിനനുസരിച്ച് നമ്മളുടെ ഇൻകം വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടും കാര്യമില്ല, ഒരു സാമ്പത്തികമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടും കാര്യമില്ല. ഞെരുങ്ങി ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഞെരുങ്ങി ജീവിച്ചു കഴിഞ്ഞ് പരമാവധി ഞെരുങ്ങി പിരിഞ്ഞും ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിചാരിക്കുന്നൊരു സന്തോഷം കിട്ടുമോ? ഇല്ല. കാര്യം അത്യാവശ്യം നമുക്ക് വേണ്ട ആഗ്രഹങ്ങളൊക്കെ, അത്യാഗ്രഹമല്ല ഭയങ്കര ആഡംബരം അല്ലെങ്കിലും അത്യാവശ്യം വേണ്ട ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റാതെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിച്ചെന്ന് തോന്നിയില്ല അല്ലേ? അപ്പം അതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന വീട്ടമ്മമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോലിയില്ലെങ്കിൽ ആദ്യം തന്നെ ഒരു ജോലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ നമ്മളുടെ കുടുംബക്കാരുടെ കുറവ് കൊണ്ട് മാത്രമല്ല ജോലിക്ക് പോകുന്നത്. നമുക്കൊരു കോൺട്രിബ്യൂഷൻ, നമ്മളുടെ വീടിന് എന്ത് കോൺട്രിബ്യൂഷനാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മൾക്ക് വേണം. ഒരുപക്ഷെ ഇപ്പം എൻ്റെ ഒരു പരിചയത്തിൽ നിങ്ങൾ ഇങ്ങനെ കുറേ പറയുമ്പോൾ എനിക്ക് ബോറടിക്കുമെന്നറിയില്ല, പക്ഷെ പലതരം ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു കഴിഞ്ഞ് ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആൾക്ക് ഏകദേശം 1,00,000 രൂപ സാലറി ഒരു 10-11 വർഷം മുമ്പത്തെ ആളുടെ ഒരു സംസാരത്തിന് കിട്ടിയതാണ്. അവരുടെ ഭർത്താവ് ഈ അന്ന് ലുലു മോളാണുള്ളത്, എടപ്പള്ളിയിലുള്ളത്. ലുലു മോളിലൊരു ദിവസം ഒരു സൺഡേ തന്നെ സ്കൂളിലില്ലാത്ത ദിവസമാണ്, അവധിയായിരുന്ന ദിവസമാണ്. മക്കളെയും കൊണ്ട് ആളവിടെ പറഞ്ഞയച്ച് ഹസ്ബൻഡേതായ ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോയി. അങ്ങനെ ഇരിക്കെ എന്നിട്ട് എൻ്റെ അടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം പറയണം
1,00,000 രൂപ ഈ മാസം സാലറി കിട്ടിയ പൈസയും കൊണ്ട് പോയതാ. ഏകദേശം 1,00,000 രൂപ അടുത്ത് സാലറി കിട്ടിയതും കൊണ്ട് പോയതാ. ഒറ്റ രൂപ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലേഡിയുടെ വരുമാനം ആലോചിച്ച് നോക്കണം. ഏകദേശം 1,00,000 രൂപ അടുത്താണ് അന്നത്തെ വരുമാനം. ഇപ്പം അതിലും ഏകദേശം 10-11 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ്. ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഓരോ വർഷം വർദ്ധിക്കുന്നതിനനുസരിച്ച്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ആളുടെ ഹസ്ബൻഡിൻ്റെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഈ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ആളുടെ ഭർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് എന്ത് വരുമാനം ഉണ്ടായിട്ടാണ് ഈ ടാക്സ് ഒക്കെ അടക്കേണ്ടി വരുന്നതെന്ന്. അപ്പം ആളുടെ ഭർത്താവിൻ്റെ വരുമാനം എത്രയോ ഇരട്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഭർത്താവ് ഒരിക്കലും ഈ ഭാര്യയുടെ വരുമാനം അറിയാൻ നിൽക്കില്ല. അന്നത്തെ ദിവസം ആ മാസത്തെ സാലറിയും കൊണ്ട് ആളുടെ മക്കളായിട്ട് പോയപ്പോൾ ആളുടെ ഇഷ്ടത്തിന്, കാരണം അവർക്കതിൽ നിന്ന് സമ്പാദിച്ച് വെക്കുക, ആൾക്ക് ഇഷ്ടത്തിന് കൊടുക്കാം. അവരെടുക്കുന്ന സാരിയുടെ വില വ്യത്യാസം ഉണ്ടായിരിക്കാം, അവർ പോണ പാർലറിൻ്റെ ഇത് വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊരിക്കലും അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കത്തെ ലംഘിക്കുന്ന രീതിയിലല്ല. മനസ്സിലായ? അപ്പം നമുക്ക് എത്ര സാലറി ഉണ്ടെങ്കിൽ പോലും, നമ്മളുടെ ഭർത്താവിന് എത്ര സാലറി ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളുടെ മക്കളായിട്ടും നമ്മളിഷ്ടപ്പെട്ട ഫ്രണ്ട്സിനായിട്ടും നമ്മളുടെ ബന്ധുക്കൾക്കുമായിട്ട് ചിലവഴിക്കാനും കൊടുക്കാനും ബാക്കി എന്തെങ്കിലും നമ്മളുടേതായ എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഉപകരിക്കുന്ന രീതിയിലാണ്. പക്ഷെ ഒരുപക്ഷെ ഒരുപാട് കോടികൾ ഇങ്ങനെ ബാങ്കിലിട്ടിരിക്കുന്ന ആളുകളോടൊന്നല്ല കേട്ടോ ഞാൻ പറയണം. ഞാൻ വളരെ സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും, എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർഗങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളുടെ മുമ്പിൽ. ഒരുപാട് മാർഗങ്ങളുണ്ട്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. എല്ലാം ദൈവം കൊണ്ടുതരും എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരുണ്ടായി. പല സാമ്പത്തിക ബുദ്ധിമുട്ടിലും ദൈവത്തിന് പഴിചാരയല്ല കേട്ടോ, അത് സത്യത്തിൽ ഒരു ഒളിച്ചോട്ടത്തിന് തുല്യമാണ്. ദൈവം വിചാരിക്കാതെ നമുക്കൊന്നും സാധിക്കൂല എന്നുള്ളത് സത്യമാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നമ്മളുടേതായ കഴിവുകൾ പുറത്തേക്ക് എടുക്കണം. ഒരു മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾ ജോലി ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കണ്ടെത്തുന്നത് ഈ സാമ്പത്തികം എങ്ങനെ മാനേജ് ചെയ്യാന്നല്ല പഠിക്കേണ്ടത്, എങ്ങനെ ഒരു വരുമാനം നമ്മളിലേക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇനി ഇതിൽ വരുമാനം കിട്ടുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് തികയൊന്നില്ല എങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മക്കളുടെ ഫീസ് നമുക്ക് കുറപ്പിക്കാൻ പറ്റില്ല. ഇനി വീടിനൊരു വാടക കൊടുക്കുന്ന വെച്ചാൽ ആ വാടക നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പഞ്ചസാരയുടെ വില കുറയ്ക്കാൻ പറ്റില്ല, വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ പറ്റില്ല, ഒന്നിൻ്റെ ഗ്യാസിൻ്റെ വില കുറയ്ക്കാൻ പറ്റില്ല, ഒരു സംഭവത്തിൻ്റെ വില കുറയ്ക്കാൻ പറ്റില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊരു വലിയ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് വില കുറഞ്ഞൊരു വസ്ത്രം വാങ്ങിക്കുക എന്നുള്ളത് ശരിയാണ്. കാറിന് പോകുന്നത് ബസ്സിന് പോകുക എന്നുള്ളതും ശരിയാണ്. ഇതിനപ്പുറം വിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് പകരം നമുക്കൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഇത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണോ നമുക്കിപ്പോൾ ഉള്ള വരുമാനം അതിൽ നിന്നുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുള്ളൊരു കഴിവ് നമുക്ക് ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം മാനേജ്മെൻറ്റ് ഇത്ര പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നോക്കിയേ, ഇത്രയും ബുക്കുകൾ ഒരു വർഷത്തിൽ ഇതും അല്ലാതെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്, കണ്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ബുക്കുകൾ ഒരു വർഷം നമ്മൾ വേണ്ട കണക്കും വരവും ചിലവും ഒക്കെ എഴുതി വെക്കണത് തന്നെയാണ്. ചിലത് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും. ഇതൊരാളെയും ബോധിപ്പിക്കാനല്ല, നമുക്ക് സ്വയം അറിയാനും ഒരുപക്ഷെ ഒരു വർഷത്തെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നതിൻ്റെ വില വരെ തുടക്കം നമ്മൾ കാൽക്കുലേറ്റ്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല നമ്മൾ ജീവിച്ചു പോകുന്നത്. നമുക്കൊരു രസം വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒഴിവ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യത്തിന് ഇത്ര രൂപ ചിലവാക്കണം എന്ന് പറയാം. പക്ഷേ എന്ത് തന്നെ ആയാലും ഇതിനൊക്കെ നമുക്ക് ചിലവാക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിലും എന്ത് വേണം? നമ്മളുടെ കയ്യിൽ വരുമാനം വേണം എന്നുള്ളതാണ് സത്യം. അപ്പം എന്നെ കേൾക്കുന്ന ആര് തന്നെ, ഏത് പെൺകുട്ടികളെങ്കിലും ജോലി ചെയ്യാതെ ഇനി ഞങ്ങൾക്ക് ഇത്രയും പ്രായമായല്ലോ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് എന്താണ് കഴിവ്, ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തികളോ ഒരു കുട്ടികളോ ഒരു പെൺകുട്ടികളോ ഇന്നില്ല എന്നുള്ളത് സത്യമാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരുപാട് കഴിവുകളുണ്ട്. അവർ ഞങ്ങൾക്കതൊന്നും സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടം തന്നെയാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഒരുപാട് സാമ്പത്തികം ഉള്ളവർ
അത് മാനേജ് ചെയ്ത് പോയിക്കോട്ടാ, അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിഷമിച്ചിരുന്ന് നരകിച്ചിരുന്ന് അല്ലെങ്കിൽ ദുഃഖിച്ചിരുന്ന് സമയം കണ്ടെത്തി ഇനി എങ്ങനെ ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട്, എൻ്റെ മക്കളുടെ കാര്യത്തിന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ കാര്യത്തിന് ഞങ്ങളാരും സഹായിച്ചില്ലല്ലോ, അങ്ങനെ ഞങ്ങളെ ആരും സഹായിക്കില്ല എന്ന് പറയാൻ നമുക്ക് കയ്യില്ലേ, കാലില്ലേ, ബുദ്ധിയില്ലേ? എല്ലാവർക്കും ഇതൊക്കെ തന്നിട്ടാണ് നമ്മളുടെ പടച്ചോൻ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ ആരെന്ത് കൊണ്ടുതരുമെന്ന് ആലോചിച്ച് ഇരിക്കുന്നതിന് പകരം എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കുക. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സ്വയം പഠിക്കുന്നുള്ളതാണ്. ഈ കുറേ പൈസ കിട്ടിയിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ചിലവ് ചെയ്യുന്നത്, അതായത് കണ്ടു പഠിക്കാത്തവൻ കൊണ്ടു പഠിക്കുമെന്ന് അറിയില്ലേ? അപ്പോൾ കുറേ കൊണ്ടു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ അങ്ങനെ ചിലവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവില്ല. അത് സ്വയം ബോധ്യപ്പെടും ആളുകൾക്ക്. പക്ഷേ എങ്കിൽ ഇത് മനസ്സിലാവാത്തവർ ജീവിക്കുന്ന വെച്ചാൽ അങ്ങനെ മനസ്സിലാവാതിരിക്കില്ല. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും ഒന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറയ്ക്കാനും കൂട്ടാനൊക്കെ ഒരുവിധം ആളുകൾക്ക് ഇച്ചിരി ബോധമുള്ളവർക്കൊക്കെ പറ്റും. അപ്പം ആദ്യം തിരിച്ചറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ് ചെയ്യണതിന് മുമ്പ് ഈ മാനേജ് ചെയ്യാനുള്ള സാമ്പത്തികം എങ്ങനെ ലഭിക്കുക എന്നുള്ളത് അറിയാനാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് നമ്മളുടെ ഭർത്താവിൻ്റെ കുറവ് കൊണ്ടോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കുറവ് കൊണ്ടോ ഒന്നല്ല ജോലിക്ക് പോകുന്നത്. നമുക്ക് എല്ലാം ദൈവം കൊണ്ടുതരുന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഒരു റൂമിൽ അടച്ചിരുന്നിട്ടും കാര്യമില്ല. അത്യാവശ്യം വേണ്ട വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ഇഷ്ടം പോലെ കാര്യമുണ്ട്. ഓൺലൈൻ ട്യൂഷൻ എടുക്കുക, പല കാര്യങ്ങളും ഓഫ്ലൈൻ ട്യൂഷൻ എടുക്കുക. അപ്പോൾ ചോദിക്കുക, സ്വന്തമായിട്ടൊരു 1000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ 1000 രൂപ കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾക്ക് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ്. ഈ 1000 രൂപ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ ഒരു അമ്മമാരുടെ ഒക്കെ ഒരു ശീലമുണ്ട്, അരി എടുത്തു കഴിഞ്ഞാൽ ഒരു പിടി അരി അതിൽ നിന്ന് എടുത്ത് ഇങ്ങനെ മാറ്റി വയ്ക്കും. എന്നെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം എനിക്കൊരു ജോലി കിട്ടിയിട്ട് ഒരു 19 വർഷമായിട്ടുണ്ടാവും. എത്ര തന്നെ ചിലവുണ്ടെങ്കിൽ പോലും ആ മാസം ഒരു ചെറിയൊരു സംഖ്യ മാറ്റി വെച്ചിരിക്കും എല്ലാ മാസവും. അപ്പം എത്ര തന്നെ ചിലവുണ്ട്, ആ മാസത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞില്ല എങ്കിൽ പോലും ആ മാസം മാറ്റി വെച്ചിരിക്കും. അപ്പം അങ്ങനെ ഒരു ശീലം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എൻ്റെ ഒരു കുടുംബത്തിന്, എൻ്റെ മക്കൾക്കോ എൻ്റെ ഭർത്താവിനോ ഏറ്റവും അടുത്തതിൽ ബന്ധുക്കൾക്കോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സഹായമൊക്കെ എനിക്ക് കൊടുക്കാനും അവരുടെ കണ്ണിലൊരു തിളക്കം വരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു പിടിച്ച് വെക്കുന്ന ചെറുതായിട്ടൊന്ന് പിടിച്ച് ഒരു ചെറിയ കൊട്ടോ തട്ടോ മുട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഇതുവരെയുണ്ട്. ഇനിയും അത് ഈ ബുദ്ധിയും വൈഭവവും ഇതുപോലത്തെ ചെറിയ തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ജീവിച്ചു പോകാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം പൈസ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമുക്കെങ്ങനെ വരുമാനം ലഭിക്കുക എന്നുള്ളത്. എന്നെ കാണുന്ന ഓരോ പെൺകുട്ടികൾ ചിലർ ചോദിക്കും, ഞാൻ ഗൾഫിലാണല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഒരു അനിയത്തി തന്നെ, ആൾക്ക് ജോലി കിട്ടുന്നതിന് മുമ്പ് ആളുടെ ഭർത്താവിന് കൊടുത്തിരുന്ന ഒരു 2000 രൂപയിലൊക്കെ ഒതുങ്ങിയൊരു ഷർട്ട് ഞെരിങ്ങിയും പരിങ്ങിയും എന്ന് പറഞ്ഞോണം ആൾക്ക് ആ പൈസ കിട്ടി എങ്ങനെയെങ്കിലുമൊക്കെ ആളുടെ ചിലവിൽ നിന്ന് മിച്ചം പിടിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ആളുടെ ഭർത്താവിനുള്ള ഷർട്ട് വാങ്ങിച്ച് കൊടുത്തിട്ട് നമുക്കറിയാം ഇത്രയും എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ആൾക്കിപ്പോൾ സ്വന്തമായിട്ടൊരു ജോലിയായി. ആൾ B.Ed ഒരു +2 ക്ലാസ് എടുക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു അധ്യാപികയാണ്. സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതാണെങ്കിൽ അതിൽ ജോലി കിട്ടിയാതെ ഗൾഫിൽ മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞിട്ട് KG സെക്ഷനിൽ പഠിപ്പിക്കുന്നത്. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, ആളുടെ വിദ്യാഭ്യാസം വേറെ, ആൾ പഠിപ്പിക്കുന്ന രീതിയിൽ വേറെ. എങ്കിലും ആൾക്ക് സ്വന്തമായിട്ട് വരുമാനം കിട്ടിയപ്പോൾ ഏതോ ഒരു വലിയ കമ്പനിയുടെ പേര് പറഞ്ഞ് എനിക്ക് അത് ഓർമ്മയില്ല, വാച്ച്, അത്യാവശ്യം വില കൂടിയൊരു വാച്ച് ആദ്യമായിട്ട് ഇത്ര നാളിനിടക്ക് വില കൂടിയൊരു വാച്ച് ആളുടെ ഹസ്ബൻഡ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്കൊരു ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കുറേ ആൾക്കാർ പെട്ടെന്ന് പൊതുവേ അങ്ങനെ ഇത്തിരി സ്നേഹം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി ആൾക്ക്. അപ്പോൾ ആളുടേതായ ഒരു ഗിഫ്റ്റ് ആളുടെ വരുമാനത്തിൽ കൊടുക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്രയോ വർഷമായിട്ടുണ്ട്, ഒരു 15 വർഷമൊക്കെ ഏകദേശം ആയിട്ടുണ്ടായി. അതിനിടയ്ക്ക് ഇപ്പോഴാണ് ആൾക്കൊരു സ്വന്തമായിട്ടുള്ള വരുമാനത്തിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. ഇനി എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് ഒരു പെങ്ങളുണ്ട്, ആൾ നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടി തന്നെയാണ്. അപ്പോൾ ആളെയും പതുക്കെ എന്തെങ്കിലും ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കലും
ആൾക്ക് എന്താവശ്യമുണ്ടോ ആളുടെ ഭർത്താവ് ഇത്ര രൂപ കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് എല്ലാ മാസവും ഒരു അത്യാവശ്യം വേണ്ട തുക, അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പറയാം, അതിൽ കൂടുതൽ തന്നെ ആയിട്ടുള്ളൊരു തുക ആളുടെ കയ്യിൽ ആളുടെ ഹസ്ബൻഡ് കൊടുക്കുകയാണ്. എങ്കിലും ഞാൻ ആളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിക്കും സഫിത്താക്ക് ഇതിന് എന്തിൻ്റെ കാര്യമാണെന്ന് ചിന്തിക്കുമായിരിക്കും ഒരു പക്ഷേ ആ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ കയ്യിൽ കിട്ടിയാലത്തെ സുഖം ഒന്ന് അനുഭവിച്ചറിയണം എല്ലാ പെൺകുട്ടികളും. അത് 1000 രൂപ ആയിക്കോട്ടെ, ഒരുപാട് വരുമാനമൊന്നും വേണമെന്ന് പറയണില്ല. സ്വന്തമായിട്ട് അധ്വാനത്തിൻ്റെ ഫലത്തിൽ ഒരു 1000 രൂപ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്ക് വരും. അപ്പോൾ എന്നെ കേൾക്കുന്നവരൊക്കെ നമുക്ക് സാമ്പത്തികം മാനേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സാമ്പത്തികമായിട്ടുള്ള സോഴ്സ്, ഇപ്പം ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാനുള്ളൊരു വിദ്യകളൊക്കെ പഠിച്ചിരിക്കണം. ഇപ്പം എത്രയൊക്കെ മാർഗങ്ങളാണ്, പണ്ടത്തെ പോലെ ഒന്നല്ലേ, ഒരുപാട് മാർഗങ്ങളാണ്. അത്യാവശ്യം എൻ്റെ ഒരുപാട് രക്ഷിതാക്കളെ ജോലിക്ക് പ്രാപ്തരാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലൊക്കെ പറയണതാണ്. ഞാൻ പറഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യണ ഒരുപാട് കുട്ടികളുടെ അമ്മമാരെ ഉമ്മമാരെ ജോലിക്ക് പോകാനായിട്ടുള്ള പ്രൊമോട്ട് ചെയ്യാവുന്ന രീതിയിൽ അവരുടെ മനസ്സിൽ അതിന് ചെറിയൊരു സ്പാർക്ക് ഉണ്ട്. പക്ഷെ അത് വീട്ടിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നവരെ, നല്ല വിദ്യാഭ്യാസമുള്ള, ഇനി വിദ്യാഭ്യാസം തന്നെ വേണം, എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരു പെൺകുട്ടികളും ഇന്ന് ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു തരത്തിലൊക്കെ കഴിവുണ്ട്. പക്ഷെ അതിനൊന്ന് മുന്നിട്ടിറങ്ങാനുള്ളൊരു മനസ്സ് കാണിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ വീടിന് വേണ്ടി ചെയ്യണം. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അവരെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു പരിധി വരെ കടന്നൊക്കെ തന്നെ പറയാം. കടം വാങ്ങിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷെ നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ ഈ കടത്തിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാനും അതുപോലെ തന്നെ കടം വരുത്താതെ നമുക്ക് ജീവിക്കാനും എനിക്ക് തോന്നുന്നു നമ്മളുടെ വീട്ടിലെ ആണുങ്ങളെക്കാട്ടിലും ഭംഗിയായിട്ട്, അത് ഈ അടുക്കളയിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠനമാണ് കേട്ടോ. നമ്മൾ അരി എടുത്തും വെളിച്ചെണ്ണ എടുത്തും അങ്ങനെയൊക്കെ ജീവിച്ച് അതിൻ്റെ അളവിലൊക്കെ പഠിച്ചു വരുന്ന ഒരു പെൺകുട്ടികൾക്ക് സാമ്പത്തികവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ടീനയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു ഇത് ചോദിച്ചത്. അതുകൂടാതെ വേറൊരാളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് കണക്കും വരുമാനം എത്ര, എന്നിട്ട് അതിൽ നിന്ന് ഇത്ര മിച്ചം വെക്കണം, ഇത്ര ഇന്ന ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ പിന്നീട് ചെയ്യാം. ഇത് ആദ്യം എൻ്റെ ഒരു ട്രാക്കിലേക്ക് വരുത്താനും ഏകദേശം നമുക്ക് ഇങ്ങനെ ജീവിച്ചാലൊക്കെ പറ്റാന്നുള്ളൊരു ചെറിയൊരു ഒരു സംഭാഷണം മാത്രമായിട്ട് ഇതിനൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പം നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ എന്തിലേക്കാണ് ഇറങ്ങാമെന്നുള്ളത്, നിങ്ങൾക്ക് അത്യാവശ്യം എന്താ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളതൊരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കടങ്ങളുണ്ട് അതെങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, റിലേഷൻഷിപ്പിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടാതെ പേഴ്സണൽ സെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറും ഉണ്ട്. അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് തന്നെ എന്നെ കേൾക്കുന്ന പെൺകുട്ടികളെല്ലാവരും മുന്നോട്ട് പോവുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായി. ബായ്.